സകല ലോകത്തിന്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുകയും ഈ ക്ലാസ്സിലേക്ക് എവരെയും ഹാർദമായ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. കഴിയുന്നത്ര വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ അത് സന്തോഷമാണ്. സാഹചര്യം അനുകൂലമെങ്കിൽ നിങ്ങൾ അങ്ങനെ പ്രതികരിച്ചാൽ നന്നായിരിക്കും എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയ വിഷയത്തിന്റെ ബാക്കി തന്നെ ഇന്നും പറയാം. രണ്ട് സംശയങ്ങളുടെ ക്ലാരിഫിക്കേഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ താല്പര്യപ്പെട്ടത്. പക്ഷെ ഒരു കാര്യം മാത്രമേ പൂർണ്ണമാക്കാൻ കഴിഞ്ഞുള്ളൂ. അത് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ന്യായമായി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം. ഹാനോക്ക് എന്ന വ്യക്തിയുടെ പേരിൽ പട്ടണം പണിത സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചു. ഇന്ന് അതിനോട് ചേർത്ത് വന്ന മറ്റൊരു ചോദ്യത്തിന്റെ മറുപടി. ഇനി പുറകെ ചോദ്യങ്ങളൊന്നും വിടരുത്, അത് ഇപ്പോൾ വേണ്ട. നമുക്ക് മുന്നോട്ട് ക്ലാസ് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും മറുപടി കിട്ടുമെന്നുള്ള ഉറപ്പെനിക്കുള്ളത് കൊണ്ടാണല്ല, ചോദ്യം ചോദിക്കുന്നതിനോ മറുപടി പറഞ്ഞതിനുള്ള മടി ഉള്ളത് കൊണ്ടല്ല. അങ്ങനെ സമയം കളയാതെ നമ്മൾ കാര്യങ്ങൾ ഓരോന്ന് പഠിച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ധാരണകളൊക്കെ ഒരുപാട് വ്യത്യാസം വരും. സ്തോത്രം. നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുമ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിവ് നേടുമ്പോൾ നമ്മുടെ അതുവരെ ഉണ്ടാകുന്ന നോളജ് ഒക്കെ നേരെ ഓപ്പോസിറ്റാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിക്കുന്നത് വരെ ഭൂമി പരന്നതാണെന്നാണല്ലോ സ്കൂളിലും പഠിപ്പിച്ചിരുന്നത്. കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായി മാറി, ഉരുണ്ടതാണെന്ന് സമ്മതിച്ചു. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ധരിച്ചു വെച്ച പലതും തിരുത്താനൊക്കെ ഒരു പക്ഷെ പെട്ടെന്നൊന്നും മനസ്സ് വന്നു വരികയില്ല. അതാരുടെയും കുഴപ്പമല്ല. നമ്മുടെ മനസ്സിൽ ഒരു കാര്യം നമ്മളൊന്ന് പഠിച്ച് ഉറപ്പിച്ചാൽ അത് നമ്മുടെ മനസ്സിൽ, പുസ്തകത്തിൽ നിന്നും ബുക്കിൽ നിന്നൊക്കെ മായ്ച്ചു കളയാൻ പറ്റും. മനസ്സിൽ നിന്ന് അത് മായ്ച്ചു കളയണമെങ്കിൽ സൈക്കോളജിസ്റ്റുകൾക്ക് പറയുന്ന 12 മണിക്കൂറിനകത്ത് ശ്രമം വേണമെന്ന്. എങ്കിൽ നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്തു പോകും. അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് എന്തുകൊണ്ടാ കൊച്ചു കുഞ്ഞുങ്ങളെ ആ പ്രായം മുതൽ സ്കൂളിൽ വിടുന്ന? അവരുടെ മനസ്സിലൊന്നുമില്ല. ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവരുടെ മനസ്സിലിരിക്കും. അതാണ്. മുതിർന്നു വരും തോറും പല കാര്യങ്ങളും മനസ്സിൽ കയറി തുടങ്ങും. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, ചെറുപ്പത്തിൽ നന്നായി പഠിച്ചവരൊക്കെ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും +2 ഒക്കെ വരുമ്പോഴത്തേന് പഠനത്തിൽ മോശമാകുന്നതിന് കാരണം അന്ന് പഠിച്ചതിനേക്കാൾ ഇരട്ടി മറ്റു പലതും കൂടെ മനസ്സിൽ വന്ന് കയറുന്നത് കൊണ്ടാണ്. അതിനാണല്ലോ മനസ്സ് ഏകാഗ്രമാക്കണം, പണത്ത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ ട്രെയിനിങ് കൊടുക്കാറുള്ളത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ ധരിച്ചു വെച്ച പലതും ശരിയാണ് എന്ന് ധരിച്ചതൊക്കെ ദൈവജനം പഠിച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്കത് വ്യക്തമാകും. ഞാൻ കഴിഞ്ഞ ദിവസം സമാഗമന കൂടാരത്തിൻ്റെ ക്ലാസ് എടുത്ത് വന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കുന്ന പലതും നമ്മുടെ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. പുതുതായി ജോയിൻ ചെയ്തവരെ ആ ലെവലിലേക്ക് ഒന്ന് കൊണ്ടുവരണം എന്നുള്ള ചിന്തയിലാണ്. മുൻപ് കേട്ട് പഠിച്ചവർക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിലും ഒന്നുകൂടെ അതൊക്കെ എന്ന് പറയാൻ കാരണം, ഉദാഹരണമായി പറഞ്ഞാൽ, ഈ കർത്താവ് വെള്ളത്തിന്മേൽ നടന്നു വരുന്ന കണ്ടിട്ട് പത്രോസ് പറഞ്ഞു ഭൂതമാണ് വരുന്നത്. കർത്താവ് പറഞ്ഞു ഞാനാകുന്നു. കർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു നീയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ, വന്നോളാൻ പറഞ്ഞു. വെള്ളത്തിലേക്ക് ഇറങ്ങി 2 ചുവട് വെച്ചപ്പോൾ 3ാമത്തെ ചുവടായപ്പോഴത്തേന് ആള് താന്നുപോയി. കർത്താവ് കൈ നീട്ടി പത്രോസിനെ താങ്ങുന്നു. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ അതിലേറ്റവും അധികം ദേഹോദ്രവം ഏൽക്കുന്ന ഒരു വ്യക്തിയാണ് പത്രോസ്. കർത്താവ് വെള്ളത്തിന്മീതെ നടന്നു വരുന്ന കണ്ടിട്ട് ഭൂതമാണ് എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ചിന്തിക്കുന്നത് ഇത്രയും നാളും കൂടെ നടന്ന കർത്താവിനെ കണ്ടിട്ട് പത്രോസിന് അത് കർത്താവാണെന്ന് മനസ്സിലായില്ല. ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് പത്രോസിനെ എല്ലാവരും കൂടി തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത്. പത്രോസ് അങ്ങനെ പറഞ്ഞതിനൊരു കാരണമുണ്ട്. കർത്താവ് വെള്ളത്തിന്മീതെ നടന്നു വരുന്ന 4ാം യാമത്തിലാണ്. ഞാൻ നമ്മുടെ പല ക്ലാസ്സിലും 4 യാമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ 4 യാമത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്.
3 യാമങ്ങളായിട്ട് ശിഷ്യന്മാർ വല്ലാതെ വലഞ്ഞു നിൽക്കുന്ന സമയമാണ്. അവർക്ക് രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷ പോലും അറ്റുപോയൊരു സന്ദർഭം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 4 യാമത്തിൽ കർത്താവ് കടൽ മീതെ നടന്നു വരുന്നത്. പത്രോസ് കർത്താവിനെ കണ്ടിട്ട് ഭൂതമാണ് എന്ന് പറയാനുള്ള കാരണം തികച്ചും അതിനെക്കുറിച്ച് പത്രോസിന് അറിവുണ്ട്, ജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. കർത്താവ് ഭൂതമാണെന്നുള്ള അറിവുണ്ടെന്നല്ല, ആ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് പത്രോസിന് നന്നായിട്ട് അറിയാം. കാരണം അവരിപ്പോൾ നിൽക്കുന്നത് 3 യാമം കഴിഞ്ഞ് 4 യാമത്തിലേക്ക് കയറി. പക്ഷേ പത്രോസിന് മനസ്സിലാകുന്നില്ല. കാരണം കഴിഞ്ഞ 3 യാമങ്ങളും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുക. ഒരു പഴയ പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 3 യാമങ്ങളും വൻ തിരയിൽ മുങ്ങുമാറായി വലയുകിലും മുറ്റും കടൽ മീതെ 4 യാമത്തിങ്കൽ ഉറ്റ സഖി അവൻ വന്നിടും തീർച്ചയായി. ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അപ്പൊ 3 യാമത്തിങ്കൽ കഴിഞ്ഞ് 4 യാമത്തിലേക്ക് കയറിയപ്പോഴേ കർത്താവ് കടൽ മീതെ നടന്നു വന്നു. ഈ 3-ാമത്തെ യാമത്തിന്റെ പേര് ഡീമോണിക് വാച്ച്, പൈശാചിക ശക്തികൾ കൊടികുത്തി വാഴുന്ന യാമം. അവരുടെ വിശ്വാസം അനുസരിച്ച് കടൽ ഭൂതങ്ങളൊക്കെ സ്വൈരവിഹാരം നടത്തുന്ന യാമമാണ് 3-ാം യാമം. ഗലീലക്കടലിന്റെ മുക്കും മൂലയും നന്നായിട്ട് അറിയാവുന്ന പത്രോസും കൂട്ടർക്കും 3-ാം യാമത്തിൽ സ്വൈരവിഹാരം നടത്തുന്നത് ഭൂതങ്ങളാണെന്നും കടൽ ഭൂതങ്ങളാണെന്നും നന്നായിട്ട് അറിയാം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് കടൽ മീതെ കർത്താവ് നടന്നു വന്നപ്പോൾ അത് ഭൂതമാണെന്ന് പത്രോസിന് തോന്നാൻ കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ്. കർത്താവിനെ കണ്ട അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞു വന്നത്, നാം ധരിച്ചു വെച്ച പലതിനേക്കാളും കാര്യങ്ങൾ കുറെ കൂടെ ഡീപ്പാണ് എന്നുള്ളത് നമ്മൾ എത്രത്തോളം ദൈവജനത്തോട് അടുക്കുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് ബോധ്യമാവുക. ഓക്കെ, ഇന്ന് ഞാൻ ആ 2-ാം പാർട്ട് ഒന്ന് പറഞ്ഞ് ഇന്നത് അവസാനിപ്പിക്കണതിൽ നമുക്ക് പ്രമാണമായിട്ട് വരുന്ന വിഷയത്തിൽ നമുക്ക് പോകണം. 2-ാമത്തെ ഭാഗം, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം എടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ ആരെങ്കിലും വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ ബൗദ്ധപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. മതി. ആദ്യത്തെ വാക്ക് ഒന്നുകൂടെ വായിച്ചേ ദേവദാസനെ. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെ ഞാൻ ചെയ്തു തരും. മതി. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഓക്കെ, നമ്മൾ ആ ഭാഗം ഒന്ന് കൈകാര്യം ചെയ്യാൻ പോവുകയാണേ. നന്നായി ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നാം ഒരു പ്രാർത്ഥന കൈകാര്യം ചെയ്യുന്ന രീതി, ഈ യേശുവിന്റെ നാമത്തിൽ ആമേൻ, ഈ 2 പ്രയോഗങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നാം ഉപയോഗിക്കാൻ. ചിലർ പ്രസംഗത്തിനിടയിലും പ്രാർത്ഥനകളിലും ആവശ്യമില്ലാതെ യേശുവിന്റെ നാമത്തില് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിപ്പോ ഞാൻ ഒരാൾ തിരുത്താൻ ചെന്നാൽ എനിക്ക് വട്ടാന്ന് പറയും. അതുകൊണ്ട് ഞാനിപ്പം ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിങ്ങളെങ്കിലും തിരിച്ചറിയണം എന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. 2-ാമതായി ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു അങ്ങനെ തന്നെയാണോ? നമുക്ക് പിന്നാലെ നോക്കാം. ഞാൻ ആദ്യത്തെ ഭാഗത്തേക്ക് വരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ, ഈ കർത്താവ് ശിഷ്യന്മാർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള ആശയവിനിമയം, കർത്താവിന്റെ ടീച്ചിങ്സ്, ഇതെല്ലാം ശ്രദ്ധിക്കണേ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഇവർ സംസാരിച്ച ഭാഷ ഏതാണ് എന്നുള്ളത്.
ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു കർത്താവും ശിഷ്യന്മാരും അരാമിക്കാണ് സംസാരിച്ചത്. ഗ്രീക്ക് അവിടുത്തെ ഒരു കോമൺ ലാംഗ്വേജ് ആയിരുന്നു എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ താമസിക്കുന്ന പാലക്കാടാണ്. പാലക്കാട് ഒരുപാട് തമിഴ് സംസാരിക്കുന്ന ആളുകളുണ്ട്. പാലക്കാട് തമിഴ് സംസാരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള കാരണത്താൽ പാലക്കാട് ജില്ലക്കാര് തമിഴാണോ സംസാരിക്കുന്നത്? അല്ല. ട്രിവാൻഡ്രം സൈഡിലേക്ക് ചെന്നാലും തമിഴ് സംസാരിക്കുന്ന ധാരാളം ആളുകളെ കാണും. അതുകൊണ്ട് ട്രിവാൻഡ്രത്തെ ഭാഷ തമിഴാണെന്നാണോ? അല്ലല്ലോ. പോട്ടെ, പെട്ടെന്ന് മനസ്സിലാക്കാം. പെരുമ്പാവൂര് ചെന്നാൽ ഇഷ്ടം പോലെ ബംഗാളികളുണ്ട്. അതിനർത്ഥം പെരുമ്പാവൂരുകാരുടെ ഭാഷ ബംഗാളിയാണെന്നാണോ? അല്ല. എന്നതുപോലെ അരാമിക്കോ ഗ്രീക്കോ ഒക്കെ സംസാരിച്ച ആളുകൾ അവിടെ ഉണ്ടായിരുന്നുള്ള കാരണത്താൽ അവിടുത്തെ ഭാഷ ഗ്രീക്കാണെന്നോ അരാമിക്കാണെന്നോ നിങ്ങൾ ചിന്തിക്കരുത്. വെറും സാമാന്യ ബുദ്ധി ചിന്തിച്ചാൽ മതി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒറിജിനൽ യഹൂദനല്ലേ? ആണല്ലോ. അതെ. യഹൂദനായ കർത്താവിന്റെ ഭാഷ 100% എബ്രായ ഭാഷയാണ്, ഹീബ്രു തന്നെയാണ്. യാതൊരു സംശയവുമില്ല. അത് നല്ല ക്ലാസിക്കൽ ഹീബ്രു, യാതൊരു സംശയവുമില്ല. കർത്താവിന്റെ ശിഷ്യന്മാരെല്ലാവരും യഹൂദന്മാരായിരുന്നു. സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയും എന്താണ്? പ്യുവർ ഹീബ്രു ആണ്, യാതൊരു സംശയവുമില്ല. ഭാഷയ്ക്ക് അവരുടെ ഡയലക്റ്റിന് അല്പം വ്യത്യാസം ഉണ്ടായിരുന്നോളൂ, ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആ പെൺകൊച്ചും അതിന്റെ ഉച്ചാരണം കേട്ടാൽ അറിയാം നീയും ആ കൂട്ടത്തിലാണെന്ന് പറയാൻ കാരണം. ഒക്കെ ഡയലക്റ്റും മോഡുലേഷനും ഒക്കെ വ്യത്യാസമുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. കോട്ടയംകാർ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ തൃശ്ശൂരുകാർ സംസാരിക്കുന്നത്. കോട്ടയംകാരും തൃശ്ശൂരുകാരും സംസാരിക്കുന്ന പോലെ നടുക്കുള്ള എറണാകുളത്തുള്ള ആളുകൾ സംസാരിക്കുന്നത്. ഈ 3 ജില്ലക്കാരെ സംസാരിക്കുന്ന പോലല്ല കാസർഗോഡ് ഭാഗത്തുള്ളവർ സംസാരിക്കുന്നത്. എല്ലാം മലയാളം തന്നെയാണ്, പക്ഷെ ഡയലക്റ്റിന് വ്യത്യാസമുണ്ട്. ഓക്കെ. എന്നതുപോലെ തന്നെ കർത്താവ് യഹൂദനാണ്, ശിഷ്യന്മാരും യഹൂദന്മാരും തന്നെയാണ്. തികച്ചും അവരുടെ ഭാഷയും എബ്രായ ഭാഷ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് അവരോട് പറഞ്ഞ്, ഒന്നാമതേ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, വിശുദ്ധ ബൈബിൾ ഒരു ഹെബ്രായിക് ടെക്സ്റ്റ് ആണ്. അതാരും മറക്കരുത്. ഒന്നുകൂടെ ഞാൻ പറയാം, 40 എഴുത്തുകാരാണല്ലോ ഈ പുസ്തകത്തിനകത്തുള്ളത്. അതെ, ഒരാൾ മാത്രമേ ഉള്ളൂ യഹൂദനല്ലാത്ത എഴുത്തുകാരൻ. ബാക്കി 39 പേരും യഹൂദന്മാരാണ്. ഒരാൾ മാത്രം യഹൂദനല്ല. ആരാണത്? യഹൂദനല്ലാത്ത ഒരൊറ്റ എഴുത്തുകാരനെ ഉള്ളൂ ഈ പുസ്തകത്തിനകത്ത്. ലൂക്കോസ് മാത്രം. ബാക്കിയുള്ള എല്ലാവരും യഹൂദന്മാരാണ്. ലൂക്കോസ് യഹൂദനല്ല എന്നുള്ള സത്യം തന്നെ, പക്ഷേ പിന്നീട് അദ്ദേഹം യഹൂദനായിട്ട് കൺവേർട്ട് ചെയ്ത് ഹി ബിക്കേം എ പ്രോസലൈറ്റ്. കണ്ടോ, പ്രോസലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതര വിഭാഗത്തിൽ നിന്ന് യഹൂദ മാർഗത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നവരാണ് പ്രോസലൈറ്റ് എന്ന് പറയുക. അങ്ങനെ യഹൂദനായിട്ടും കൺവേർട്ട് ചെയ്ത വ്യക്തിയാണ് ആര്? ലൂക്കോസ്. അപ്പോൾ ടോട്ടലി 40 പേരും ഏത് പശ്ചാത്തലത്തിലുള്ളവരാണ്? എബ്രായ പശ്ചാത്തലത്തിലുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധ വേദ പുസ്തകം ഒരു ഹെബ്രായിക് ടെക്സ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും അംഗീകരിക്കണം. സ്തോത്രം. അപ്പോൾ മാത്രമേ നമുക്ക് എൻ്റെ റൂട്ടിലേക്ക് ചെല്ലാനായിട്ട് ഒക്കൂ. ഞാനപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണേ. നിങ്ങൾ ശ്രദ്ധിക്കണേ. കർത്താവ് പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തുമൊക്കെയായി വളരെ ഭംഗിയാവണ്ണം ദൈവവചനം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ബൈബിൾ കോളേജുകൾ, ബൈബിൾ സ്കൂളുകൾ, സെമിനാരികളൊക്കെ ഉണ്ട്, യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, എല്ലാ ബൈബിൾ കോളേജിലും വിവിധ തരത്തിലുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ചർച്ച് ഹിസ്റ്ററി പഠിപ്പിക്കും, വേൾഡ് ചർച്ച് ഹിസ്റ്ററി പഠിപ്പിക്കും, ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററി പഠിപ്പിക്കും, ഇവാഞ്ചലിസം പഠിപ്പിക്കും, സിനോപ്റ്റിക് ഗോസ്പൽസ് പഠിപ്പിക്കും,
പോളിൻ എപ്പിസ്റ്റലിനെ കുറിച്ച് പഠിപ്പിക്കും, ബുക്ക് ഓഫ് ആക്ട്സ് പഠിപ്പിക്കും, പെന്റാറ്റൂക്ക് പഠിപ്പിക്കും, ബൈബിൾ സർവേ പഠിപ്പിക്കും, ഹെർമനുറ്റിക്സ് വ്യാഖ്യാന ശാസ്ത്രം പഠിപ്പിക്കും, ഹോമലിറ്റിക്സ് പ്രസംഗശാസ്ത്രം പഠിപ്പിക്കും. ഇതെല്ലാം പഠിപ്പിക്കും. ഒരൊറ്റ ബൈബിൾ കോളേജിൽ പോലും എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരൊറ്റ കോളേജ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം, ഇന്ന കോളേജിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ അറിവുണ്ടെങ്കിൽ എന്നോട് പറയണം. ആ കാര്യം ഭംഗിയായി ചെയ്ത ഒറ്റ ബൈബിൾ കോളേജേ ഉള്ളൂ, അത് കർത്താവിൻ്റെ കോളേജാണ്. കർത്താവരെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചില്ല, ഹീലിംഗ് മിനിസ്ട്രി എങ്ങനെ നടത്തുന്നത് പഠിപ്പിച്ചില്ല, വിടുതൽ ശുശ്രൂഷ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചില്ല, മിറക്കൽ ക്രൂസഡ് എങ്ങനെ സംഘടിപ്പിക്കേണ്ടത് പറഞ്ഞില്ല, മ്യൂസിക് നൈറ്റ് എങ്ങനെ നടത്തണം പഠിപ്പിച്ചില്ല. പഠിപ്പിച്ചോ? ഇല്ല. ഇതൊന്നും പഠിപ്പിക്കാതെ കർത്താവ് അവരെ പഠിപ്പിച്ചു എങ്ങനെ പ്രാർത്ഥിക്കണം. അതൊരു വലിയ ടോപ്പിക്ക് തന്നെയാണ്. നിങ്ങൾ റോമാലേഖനം വായിക്കുമ്പോൾ ഏതാണ്ട് 25 വർഷമായി ദൈവത്തോട് അഭേദ്യമായി ബന്ധമുള്ള നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തോട് പൗലോസ് പറയാണ്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. 25 വർഷമായി പ്രാർത്ഥിക്കുന്ന സഭയോട് പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ നാളെ എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ആരെങ്കിലും കാണുമോ? അവനെ അറിയത്തുള്ളെങ്കിൽ അവൻ തന്നെ ഇരുന്ന് പഠിപ്പിച്ചോട്ടെന്ന് പറയും. കാരണം അവനെ എല്ലാം അറിയത്തുള്ളൂ, നമുക്കാർക്കും ഒന്നും അറിയത്തില്ല, അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാവോ എന്നും പറഞ്ഞ് നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. പക്ഷെ പൗലോസ് പറഞ്ഞു, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത്, അപ്പോൾ കർത്താവ് അവരെ പ്രാർത്ഥന പഠിപ്പിച്ചു. എങ്ങനെ പഠിപ്പിച്ചു? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവനു ശബശമായി, അങ്ങനെ അതിന്റെ ട്യൂണ്. നമ്മള് പാരഗ്രാഫായിട്ട് പഠിക്കുന്നത് പോലല്ല, യഹൂദൻ ആ പാട്ട് പഠിക്കും, ആ പ്രാർത്ഥന ചൊല്ലുന്നത്. അതിന് ട്യൂണുണ്ട്. ആ ട്യൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അവർ സമ്മതിക്കില്ല. ആ ട്യൂൺ അനുസരിച്ച് ഞാൻ ഇപ്പൊ പാടി അതേ ട്യൂണിൽ അവനു ശബശമായി, ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ അത് ഫുള്ളൊന്ന് പാടി കേൾപ്പിക്കുകയും ദൈവം അനുവദിച്ചാൽ നമുക്കത് പഠിക്കുകയും ചെയ്യാം. അപ്പോ ഇതിനകത്ത് പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെയാണോ? പഠിപ്പിച്ച ആൾ എന്താണ് ഉദ്ദേശിച്ചത്, കേട്ട ശിഷ്യന്മാരെന്താണ് മനസ്സിലാക്കിയത്, അത് നമ്മൾ എന്താണ് ഗ്രഹിക്കേണ്ടത്? അറിഞ്ഞോ അറിയാതെയോ എന്തുകൊണ്ടോ പെന്തക്കോസ്തുകാരും ആ പ്രാർത്ഥന ചൊല്ലാറില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അന്ന് ചൊല്ലാറുണ്ട്. ഷാജി പാസ്റ്റർക്ക് അതിന്റെ ബന്ധനമുണ്ട്, നിങ്ങൾ പറയുകയും ചെയ്യരുത്. അതെന്താണെന്ന് അറിഞ്ഞ് കുറഞ്ഞ പക്ഷം തിരുവഴുത്തിലെ വാക്യമാണെന്നുള്ള ബോധം നമുക്ക് വേണ്ടേ? അല്ലേ? നമ്മൾ പറയണ്ടാത്തതും ഉച്ചരിക്കാൻ പാടില്ലാത്തതുമായിരുന്നെങ്കിൽ നമുക്കിത് ഈ പുസ്തകത്തിനകത്ത് കർത്താവ് തരുമായിരുന്നോ? ഇല്ലല്ലോ. സ്തോത്രം. അപ്പൊ പിന്നെ ആ പ്രാർത്ഥന എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്തിക്കുക, അപ്പൊ നമ്മളെല്ലാവരും മറ്റു സമുദായക്കാർ ചൊല്ലുമ്പോൾ ഞാൻ അങ്ങനെ ചൊല്ലുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. അവര് ചൊല്ലുന്നത് നമ്മൾ പഠിക്കുന്ന തമ്മിൽ പുലബന്ധം പോലും ഇല്ലല്ലോ. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഏതായാലും കൊള്ളാം. പ്രാർത്ഥന വളരെ ഭംഗിയാവണ്ണം ചെയ്തതിന് ശേഷം നാം അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയും, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. ഓക്കെ, ഇനി നമ്മൾ ആ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ്. ഈ യേശു എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ യേശുവ എന്ന പദമാണ്. നാമം നെയിം എന്നുള്ളതിന് ഷം ഷം എന്നാണ് എബ്രായ ഭാഷയിൽ പറയുക. ഷെമു എന്ന് ഉച്ചരിച്ചാൽ നാമത്തിൽ എന്നായി. ഷെമു യേശുവ എന്ന് പറഞ്ഞാൽ യേശുവിൻ നാമത്തിൽ എന്നാണ് അർത്ഥം. അങ്ങനെ നാം ആ പദം ഉച്ചരിക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അത് എൻ്റെ നാമത്തിൽ എന്ന് മാത്രമല്ല. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ, ഷെമു എന്ന് പറയുമ്പോൾ നാമത്തിൽ എന്ന അർത്ഥം മാത്രമല്ല ഷം എന്ന വാക്കിന് ഉള്ളത്. ഞാൻ നമ്മുടെ ക്ലാസിന്റെ ആരംഭത്തിൽ പറഞ്ഞു, എബ്രായ ഭാഷയുടെ പ്രത്യേകത ഓരോ അക്ഷരത്തിനും സർഫസ് ലെവലിൽ 4 അർത്ഥവും ഡീപ്പർ ലെവലിൽ 70 അർത്ഥങ്ങളും ഉണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചു.
അങ്ങനെ വിവിധ അർത്ഥങ്ങളുള്ള പല അക്ഷരങ്ങൾ ചേർന്നാണ് ഒരു വാക്കുണ്ടാകുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥതലം എത്രത്തോളം വിസ്തൃതമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരു 4-5 പോയിന്റ് മാത്രം എഴുതിയിട്ടിട്ടുണ്ട്. നാമത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നാമത്തിൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഷം എന്ന വാക്കിന്റെ അർത്ഥം നാം മനസ്സിലാക്കാൻ പോവുകയാണേ. നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വളരെ സ്ലോവിൽ സാവധാനത്തിൽ ഈ കാര്യം പറയുന്നത്. ഷം എന്ന എബ്രായ ഭാഷയുടെ ഒന്നാമത്തെ അർത്ഥം അതുപോലെ. ഏതുപോലെ? അതിന്റെ പിൻപിലെ ധ്വനി എന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ, അതുപോലെ. കണ്ടോ? അങ്ങനെ അർത്ഥം അതിനുണ്ട്. ഞാൻ കൺക്ലൂഷൻ വരുന്നത് കൃത്യമായിട്ട് പിടികിട്ടും. എന്ന് പറഞ്ഞാൽ അതുപോലെ. ഏതുപോലെ? ചെയ്യാൻ പറഞ്ഞതുപോലെ. എന്താ? എന്ന് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞ ശിഷ്യന്മാര് മനസ്സിലാക്കുന്ന ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയ കാര്യമല്ല. ശിഷ്യന്മാരത് മനസ്സിലാക്കി പ്രാർത്ഥന അവരെ പഠിപ്പിച്ചു. അവരെ പഠിപ്പിച്ച് അവർ ചോദിച്ച്, നിങ്ങൾ ശ്രദ്ധിക്കണം, 3.5 വർഷം കൂടെ നടന്നിട്ട് ചെയ്ത് തരണമെന്ന് അവർ ആവശ്യപ്പെട്ട 2 കൂട്ടം കാര്യങ്ങളേ ഉള്ളൂ. അതാദ്യം മനസ്സിലാക്കണം. 2 കൂട്ടം കാര്യങ്ങളെ ചെയ്തു തരണമെന്ന് അവർ പറഞ്ഞുള്ളൂ. ഈ ശിഷ്യന്മാരെപ്പോഴെങ്കിലും ചോദിച്ച, കർത്താവേ നീ കൽപ്പിച്ച ഉടനെ അത്യങ്ങ് ഉണങ്ങിപ്പോയി. അപ്പോഴൊരു കാര്യം, ഞങ്ങൾ പറഞ്ഞാലും ചിലതൊക്കെ ഉണങ്ങണം, അതിനുള്ള ടെക്നിക്ക് എന്താ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എപ്പോഴെങ്കിലും ശിഷ്യന്മാർ ചോദിച്ചോ? ഇല്ലല്ലോ. എപ്പോഴെങ്കിലും ചോദിച്ചോ? ഇല്ല. കർത്താവ് നീ തൊട്ട ഉടനെ അവന്റെ കണ്ണങ്ങ് തുറന്നല്ലോ, എന്താ അതിന്റെ ടെക്നിക്ക്? ഞാൻ കൂടെ പറഞ്ഞതാ, ഞങ്ങളും കൂടെ നടക്കുകയല്ലേ. എപ്പോഴെങ്കിലും ശിഷ്യന്മാർ ചോദിച്ചോ? ഇല്ലല്ലോ. കർത്താവ് നീ എങ്ങനെ ലാസറിന്റെ കല്ലറക്കെന്ന് പുറത്തു വന്ന് പറഞ്ഞപ്പോഴേക്കും വന്നത്? ഞങ്ങളും ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയല്ലേ, ഞങ്ങൾ കൂടെ അതിന്റെ വകുപ്പെന്ന് പറഞ്ഞതാ, ഞങ്ങളും ചെയ്യട്ടെ. എപ്പോഴെങ്കിലും ചോദിച്ചോ? പോട്ടെ. കർത്താവ് നീ മുമ്പ് ഈ 5 അപ്പം കയ്യിലെടുത്തിട്ട് വാഴ്ത്തി കൊടുത്തു കഴിഞ്ഞപ്പോ 5000 പേര് ഭക്ഷിച്ചു. ഞങ്ങളും പട്ടിണി പരിവട്ടമൊക്കെ ഉള്ളവരാ. അപ്പം ഞങ്ങളുടെ ഈ സ്ഥിതി മാറാനായിട്ട് എന്താ ഇതിന്റെ പിന്നിൽ ടെക്നിക്ക്? ഞാൻ കൂടെ പറഞ്ഞതാ. ചോദിച്ചോ? ഇല്ല. കർത്താവ് ചെയ്ത ഒരു വീരപ്രവൃത്തിയും കണ്ടിട്ട് അത് ഞങ്ങൾക്കും കൂടെ ചെയ്യണം, അതിന്റെ രഹസ്യം പറഞ്ഞു തരണം അവർ ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടില്ല. ഒറ്റ കാര്യം അവർ പറഞ്ഞു, ഗുരു. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. രണ്ടാമതായി ഒരു കാര്യം ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. ഈ 2 കൂട്ടം കാര്യങ്ങൾ 2 കാലം അവർ ചോദിച്ചില്ല ആത്മീയതുമായി ബന്ധപ്പെട്ട്. മനസ്സിലായോ? 1, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. 2, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എനിക്ക് ആ കാര്യത്തോട് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് കുറഞ്ഞ പക്ഷം പഠിക്കേണ്ടതാണെന്ന് അവർക്ക് തോന്നിയല്ലോ. നമ്മുടെ സഭകളിൽ എപ്പോഴെങ്കിലും 40 സുവാസം വെച്ചിട്ടുണ്ട്, 21 സുവാസം വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്ന് ദേവദാസന്മാർ പ്രാർത്ഥന പഠിക്കേണ്ടതാണെന്ന് നിങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടോ? വേണ്ട. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചോ പ്രാർത്ഥന പഠിക്കേണ്ട ഒരു സംഗതിയാണെന്ന്? ഇല്ല. 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് തോന്നി പ്രാർത്ഥന പഠിക്കേണ്ട സംഗതിയാ. അവർ ചോദിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിയണം, കർത്താവിന്റെ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരാണല്ലോ. അതെ. ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് യഹൂദന്മാർ. ഓരോ 3 മണിക്കൂർ, every 3 hours they would kneel in the presence of the Lord for the prayer. ദൈവസ്ഥലിൽ മുഴങ്കാലും മടക്കും പ്രാർത്ഥനയ്ക്കായി. അങ്ങനെ ഓരോ 3 മണിക്കൂറുകളും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ശിഷ്യന്മാര് പ്രാർത്ഥിക്കാത്തവരാണോ? അല്ലല്ലോ. പ്രാർത്ഥിക്കാത്തവരോ പ്രാർത്ഥിക്കേണ്ട രീതി അറിയാത്തവരോ ഒന്നുമല്ല. എന്നിട്ടും അവർ കർത്താവിനോട് പറഞ്ഞു, ഗുരു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ എനിക്കറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ട,
എന്ന മനോഭാവത്തോടിരിക്കുന്ന ആർക്കെങ്കിലും പ്രാർത്ഥന അതിന് തനതായി ചെയ്തെടുക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നെവർ. യെസ്, അതൊരു വലിയ സബ്ജക്റ്റ് ആണ് പ്രാർത്ഥന. ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ വിഷയം അതിന്റെ കൺക്ലൂഷൻ മാത്രമായതുകൊണ്ട്. എങ്കിലും നിങ്ങൾ ധ്യാനിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവർക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി പ്രാർത്ഥന പഠിക്കേണ്ട സംഗതി തന്നെ. ഞാനൊരു കാര്യം പറയാം, വിശദമായിട്ട് പറയാനായിട്ടല്ല. ഓരോ സന്ദർഭം അനുസരിച്ച് പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ പഠിച്ചിരിക്കണം. സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരോ സന്ദർഭം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ നല്ല പരിജ്ഞാനമുള്ളവരായിരിക്കണം. ഒരു വീട്ടു പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കേണ്ട രീതിയിലല്ല സഭായോഗത്തിന് പ്രാർത്ഥിക്കേണ്ടത്. സഭായോഗത്തിന്റെ അനുഗ്രഹത്തിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ വിഷയം മാത്രമേ അപ്പോൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒന്നുകൊണ്ട് വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ വിഷയം മാത്രമേ ഫോക്കസ് ചെയ്യാവൂ. കുടുംബ പ്രാർത്ഥനയിലാണ് ഇരിക്കുന്നെങ്കിൽ ഈ പറയുന്ന ഒരു വിഷയം നിങ്ങൾ ടച്ച് ചെയ്യരുത്. കുടുംബാനുഗ്രഹം എന്ന വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പൻ, അമ്മ, മക്കൾ, അതല്ലാതെ വേറൊന്നും ആ പ്രാർത്ഥനയിൽ കയറി വരാൻ പാടില്ല. പേഴ്സണൽ പ്രയർ ഇരിക്കുമ്പോൾ ഏത് സബ്ജക്റ്റ് നിങ്ങൾ പ്രാർത്ഥിച്ചു, നോ പ്രോബ്ലം. ഇതെല്ലാം ഇട്ട് കുഴയ്ക്കരുത്. സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അതൊരിക്കലും മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് നിങ്ങൾ കൊണ്ടുപോകരുത്. ഒരു പബ്ലിക്കിൽ പ്രാർത്ഥിക്കേണ്ട സന്ദർഭം വരുമ്പോൾ എന്താണോ സിറ്റുവേഷൻ അതനുസരിച്ച് മാത്രമേ വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. കഴിയുന്നത്ര ദയവായി നിങ്ങളുടെ ശബ്ദം മിതപ്പെടുത്തി, പ്രത്യേകിച്ച് മൈക്കിനകത്തൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദയവായി പരമാവധി ശബ്ദം താഴ്ത്തി വാക്കുകൾ ഓഡിയൻസിനെ വ്യക്തമാകത്തക്ക നിലയിൽ കേട്ട് അവർ ആമേൻ പറയാൻ കഴിയത്തക്ക നിലയിൽ മാത്രമേ പൊതുസഭയിൽ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഷൗട്ട് ചെയ്തും ബഹളം വെച്ചും പ്രാർത്ഥിക്കരുത്. അവർക്ക് ആശ്വാസമാകുന്ന നിലയിൽ മാത്രമേ പ്രാർത്ഥനാ വാചകങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാരണവശാലും കർത്താവിന് ബൈബിൾ ക്ലാസ് എടുക്കുന്ന രീതിയിലൊന്നും പ്രാർത്ഥിക്കരുത്. നമ്മൾ പ്രാർത്ഥനയല്ലേ, അലറി കൂകി വിളിച്ച് തൊണ്ടയെല്ലാം അടച്ച്, ഡോണ്ട് ഡു ദാറ്റ്. സ്തോത്രം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ച് നമ്മൾ നല്ല അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ശബ്ദം ഉയരുകയും അന്യഭാഷ പറയുകയൊക്കെ ചെയ്യും. ദാറ്റ് ഇസ് ഡിഫറൻറ്റ്. ഞാൻ അനൗദ്ദേശിച്ചല്ല പറഞ്ഞത്. അതാ ശുശ്രൂഷയുടെ ആ നിയോഗം അനുസരിച്ച് വരുന്ന ആത്മീക അന്തരീക്ഷമാണ്. സോ യു ക്യാൻ ഡു ഇറ്റ്. നിശ്ചയമായിട്ടും അത് ചെയ്യാൻ പറ്റും. വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും പ്രാർത്ഥനയിൽ ഒരു വിവേകത്തോടെ മാത്രമേ നാം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഓരോ വാചകം പറഞ്ഞ ഉടനെ ആമീൻ, ഹല്ലേലൂയ, ഗ്ലോറി എന്ന് പറയാതെ ആഖ്യയും ആഖ്യാതവും ചേർത്ത് ഒരു സെന്റൻസ് പൂർണ്ണമായി പറഞ്ഞിട്ട് ഇടയ്ക്ക് സ്വോത്രം പറയണമെന്നുണ്ടെങ്കിൽ, നിർബന്ധമാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. തൊടുന്നതിനും പിടിക്കുന്നില്ല ദൈവമേ കർത്താവേ ഹല്ലേലൂയ, ആമീൻ, ഗ്ലോറി അങ്ങനെ പറയരുത്. ഞാൻ ആ ഭാഗം ഒന്ന് ഒഴിവാക്കാനാണ് ഈ കാര്യം പറഞ്ഞു വരുന്നത്. അപ്പോൾ കർത്താവ് എങ്ങനെയാണോ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, ഷം എന്ന വാക്കിന്റെ അർത്ഥം പേരിൽ എന്ന് മാത്രമല്ല, അതുപോലെ, ഏതുപോലെ, ചെയ്യാൻ പറഞ്ഞതുപോലെ. കർത്താവ് ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ 3.5 വർഷമായിട്ട് കുറെ കാലം പറയാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അതൊക്കെ ചെയ്തിട്ട് ആ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞതിനർത്ഥം. 2, ഷം എന്ന വാക്കിന് സ്വഭാവം എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ആരുടെ സ്വഭാവത്തിൽ? കർത്താവിന്റെ സ്വഭാവത്തിൽ. നമുക്ക് നേരിട്ട് ദൈവം എല്ലാം തരണമെന്നും പറഞ്ഞ് ബഹളം വെച്ചാൽ തമ്പുരാൻ അവിടെ എടുക്കുകയല്ല. ഞാൻ ഉദാഹരണം പറയാം. ഞാനിപ്പോൾ കർത്താവിന്റെ ദാസൻ രാധാകൃഷ്ണൻ പാസ്റ്റർക്ക് ഒരു 50,000 രൂപയുടെ ചെക്ക് കൊടുത്തുന്നിരിക്കട്ടെ. ചെക്ക് കൊണ്ട് ബാങ്കിൽ ചെന്നാൽ എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിലേ ദേവദാസൻ അത് കിട്ടുള്ളൂ. ഞാൻ ചുമ്മാ ഒരു ചെക്ക് എഴുതി കൊടുത്താൽ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിൽ രാധാകൃഷ്ണൻ പാസ്റ്റർക്ക് അത് കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ശ്യാം പാസ്റ്റർ പറയാം, ഞാൻ ചെക്ക് തന്നേക്കാം ഒരു
500 ദിറംസോ ദിനാറോ, മസ്കറ്റ് ദിറംസ് ആണല്ലോ, ഒരു 500 ദിറംസ് എനിക്ക് വന്നെന്നും പറഞ്ഞുകൊണ്ട് ബാങ്കിൽ ചെന്നാൽ നോക്കുമ്പം പറയുക വന്നിട്ടില്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ അക്കൗണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാഷ് കിട്ടുകയില്ല. നിങ്ങൾക്ക് ഒന്നും പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന നമുക്ക് ആർക്കും സ്വർഗത്തിൽ അക്കൗണ്ട് ഇല്ല. മനസ്സിലായോ? സ്വർഗത്തിൽ അക്കൗണ്ട് ഉള്ള ഒറ്റ ഒരാൾക്കേ ഉള്ളൂ. അതാർക്കാ? കർത്താവിന്. ഞാൻ പറയുന്ന ആശയത്തിൽ ഉൾക്കൊള്ളാവേ. അപ്പൊ വാക്കുകൊണ്ടല്ലോ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വർദ്ധിക്കുന്നു പറഞ്ഞ് ഏതാണെന്ന് ചോദിച്ച് എന്നെ കുഴപ്പിക്കരുത്. ഞാൻ ആ ഭാഗമല്ല പറയുന്നത്, പ്രാർത്ഥനയുള്ള അനുബന്ധത്തിലാണ്. ക്ലിയർ ആയോ? അവിടെ പ്രധാന അക്കൗണ്ട് ഉള്ളത് കർത്താവിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ചെക്ക് കൊണ്ട് ചെന്നാൽ അവിടുത്തെ വല്ലതും കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിതാവായ ദൈവത്തിനടുക്ക ചെല്ലുന്നത് നമ്മുടെ കെയർ ഓഫിലല്ല, പുത്രന്റെ കെയർ ഓഫില്ല. ആ പുത്രനെ പരിഗണിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏഴകളായി നമ്മെ കൂടെ പിതാവ് പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയത്തിന്റെ ശ്രേഷ്ഠത. സ്തോത്രം. പുത്രൻ ചോരയൂറ്റി നമ്മെ കൂടെ വിലയ്ക്ക് വാങ്ങി നമ്മളെ കൂടെ ചേർത്ത് നിർത്തിയേക്കുക. അപ്പം നോക്കുമ്പോണ്ട് പുത്രന്റെ കൂടെ വേറെ കുറെ മക്കൾ കൂടെ. ആ പുത്രനിലൂടെയാണ് പുത്രൻ ലഭിക്കേണ്ട നന്മകളൊക്കെ ഞാനും നിങ്ങൾ പ്രാപിച്ചെടുക്കുന്നത്. പോട്ടെ. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, അതുപോലെ യേശു ക്രിസ്തു ചെയ്തതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. 2, യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ ഉണ്ടെങ്കിൽ. കുഴയരുതേ. ക്രിസ്തുവിന്റെ ഭാവം എന്നുള്ള ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്വഭാവമായിരിക്കണം നമുക്കും. ലാസറിന്റെ കല്ലറ ചെയ്തപ്പം കരഞ്ഞു. കണ്ടോ? അത്രയേ ഉള്ളൂ. ബലം പിടിച്ചൊന്നും നിന്നില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഒരാളുടെ കഷ്ടത കണ്ടാൽ, പ്രയാസം കണ്ടാൽ അതിനോട് മനസ്സലിവ് കാണിക്കാനുള്ള സ്വഭാവ സവിശേഷത നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. സഹോദരിമാരുടെ കണ്ണുനീര് കണ്ടപ്പോൾ കർത്താവും കല്ലറയ്ക്ക് നിന്ന് കരഞ്ഞല്ലോ. അർത്ഥങ്ങൾ പലതുണ്ട്. ഞാൻ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് പറയുന്നത്. ഒരാളുടെ കഷ്ടത കാണുമ്പോൾ അതിനോട് അലിവ് തോന്നിയച്ചാണോ നമ്മൾ ഇരുന്ന് ഈ പ്രാർത്ഥിക്കുന്നത്? വിശന്ന് വയറ് കരിഞ്ഞു കുടല് കഴിഞ്ഞ് ഒരുത്തം വന്നപ്പം നമ്മളെന്ത് പറയാ? സഹോദര, യേശു ക്രിസ്തു ജീവന്റെ അപ്പമാകും. എന്റെ ഏത് വിശപ്പ് മാറ്റാനും കർത്താവിന് പറ്റുമെന്ന് പറഞ്ഞാൽ ഇവന്റെ വിശപ്പ് പോവുമോ? അവിടെ യേശു ജീവന്റെ അപ്പമാകും എന്നല്ല പറയേണ്ടത്. അവൻ ആ ഹോട്ടലെങ്ങാനും കയറ്റി 2-3 പൊറോട്ടയോ മുട്ടയും കടലക്കറിയും ഇല്ല സാമ്പാർ കൊടുത്താണല്ലോ അവന് കഴിച്ച് ഒരു ചായയും കുടിച്ച് അതിന് ഊര് വീണ് കഴിയുമ്പോൾ അവനോട് പറയണം, സഹോദര, ഈ അപ്പം ഞാൻ നിങ്ങൾക്ക് തന്നു, ജീവന്റെ അപ്പമായി വേറൊരാളുണ്ട്, അദ്ദേഹത്തോടെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ഇത് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ. നമ്മളുടനെ ആത്മാവിൽ നിറയുക. 2 പൊറോട്ട മേടിച്ചു കൊടുക്കാനുള്ള മനസ്സില്ലാതെ വരുമ്പോൾ, ഉദാഹരണം പറഞ്ഞതാണ്. സ്തോത്രം. ഞാൻ വെറുതെ പറഞ്ഞല്ല. ജനം വിശന്നിരിക്കുന്ന കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞല്ലോ, ഇവർ വഴി തളർന്നു പോകും, ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന്. ഞാൻ വെറുതെ പറഞ്ഞല്ല. സ്വഭാവം മനസ്സിലായോ കർത്താവിന്റെ? അപ്പൊ നമുക്ക് കർത്താവ് പ്രവർത്തിച്ചതുപോലെ ചെയ്തതുപോലെ ചെയ്യാനുള്ള മനോഭാവം. 2, കർത്താവിന്റെ സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. 3-ാമത്തെ പോയിന്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ ആ സ്വഭാവ സവിശേഷതകൾ. കർത്താവിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണോ അതെല്ലാം നമുക്കും ഉണ്ടായിരിക്കണം. ആർക്കും വേണ്ടാത്തവരോടാണ് കർത്താവ് കൂടുതൽ ഇടപെടുന്നത്. സമൂഹം തള്ളിക്കളഞ്ഞവരോടാണ് കർത്താവിന് കൂടുതൽ അറ്റാച്ച്മെന്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പാപികളോടും മറ്റുള്ള ഒക്കെ കൂടെ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞ പരീശന്മാരൊക്കെ ബഹളം വെച്ചത്. പാപികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നു. അവർക്ക് സഹിച്ചില്ല. കർത്താവ് പാപികളുടെ കൂടെ ഇരുന്നല്ലേ? ഞങ്ങൾ ഒരേ സഭയിലുള്ള ആളുകൾ തന്നെ
കോട്ടേജ് മീനിന് ചെന്ന് കഴിഞ്ഞാൽ ചില വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുകയല്ലോ, പിന്നല്ലേ ഭാവിയുടെ കാര്യം. ഒരേ സഭയിലെ അംഗങ്ങളാണ്, ഒരപ്പത്തിന്റെ അംശികളാണ്, പക്ഷെ ആ വീട്ടിൽ യോഗത്തിന് എന്നാൽ ആഹാരം കഴിക്കുകയില്ല, ഒറ്റ അപ്പത്തിന്റെ അംശികളുമാണ്. അന്നൊന്നെങ്കിൽ ഫാസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും. കണ്ടോ? കർത്താവ് പറയും. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കണ്ടോ? അതിന് അങ്ങനെ പഠിപ്പിച്ചേ. ഇപ്പം നമ്മൾ 4-5 പേര് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കിരിക്കുക. ഞാനും ശ്യാം പാസ്റ്ററും പാസ്റ്റർ സുരേഷ്, പ്രധാനദാസൻ രാധാകൃഷ്ണൻ, ഷാജി ബ്രദർ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ എൻ്റെ പിതാവേ എന്ന് വിളിക്കാതെ ഞങ്ങളുടെ പിതാവേ എന്ന് എനിക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ശ്യാം പാസ്റ്ററോടും സുരേഷ് പാസ്റ്ററോടും രാധാകൃഷ്ണൻ എന്ന ദൈവദാസനോടും ഷാജി എന്ന ദൈവദാസനോടും ഒക്കെ ഞാൻ മാനസികമായി ഏകീകരണത്തിലല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. എൻ്റെ പിതാവേനെ വിളിക്കൂ. ഇഫ് ഐ ആം നോട്ട് റൈറ്റ് വിത്ത് യു, ഞാൻ നിങ്ങളുമായിട്ട് ഏകീകരണത്തിലല്ലെങ്കിൽ, മാനസികമായി പൊരുത്തത്തിലല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഞങ്ങളുടെ പിതാവിനെ വിളിക്കാൻ പറ്റും? അപ്പൊ കർത്താവ് പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്നെ അബ്ബാ പിതാവിനെ വിളിക്കുന്നതിന് മുമ്പ് ചുറ്റിയിരിക്കുന്ന ആളുമായിട്ടുള്ള മാനസിക നിലവാരം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങിയാൽ മതി എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു സഭയിലാണ്, ഒരേ കൂട്ടായ്മയിലാണ്, എല്ലാം ഓക്കെയാ. കൂടെ ഇരിക്കുന്ന, ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന ആളുമായി മാനസികമായി ഏകീകരണത്തിലല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരാധിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. തുടക്കം പോലെ അങ്ങനെ ആയിരുന്നല്ലോ. കായന് ഹാബലി യാഗം കഴിക്കാൻ പോയി. കായൻ യാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിലെ ചിന്ത കൂടെ നിൽക്കുന്ന സഹോദരനെ എങ്ങനെ തട്ടാന്നുള്ളതായിരുന്നു. കണ്ടോ? തുടക്കം പോലെ അങ്ങനെയായിരുന്നു. അപ്പോഴാ പിന്നെ ഇപ്പൊ ഇല്ലാത്തത്. കർത്താവ് പറഞ്ഞ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് സെർച്ച് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ ശോധന ചെയ്യൂ. അടുത്തിരിക്കുന്ന ആളുമായി മാനസികമായി ഏകീകരണത്തിലാണോ? മാനസികമായി ചേർന്ന് പോകാൻ കഴിയുന്നുണ്ടോ? ആത്മാർത്ഥമായി കൈ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? വിശുദ്ധീമനം കൊടുക്കുമ്പോഴും തുറന്ന മനസ്സോടെയാണോ? അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേരും പറഞ്ഞു വരണ്ടെന്നതിനർത്ഥം. ഏതാണ്ടെല്ലാം കുറച്ച് കാര്യങ്ങളുടെ വാരി കെട്ടി പറഞ്ഞിട്ട് പിടിപിടാന്ന് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ആമേൻ കിടിങ്. കർത്താവ് പറഞ്ഞു, അതൊന്നും നടക്കുകയില്ല മക്കളെ എന്ന് പറഞ്ഞു. ക്ലിയർ ആയോ? അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷതകൾ, യേശു ക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷത, ക്രിസ്തുവിന്റെ സ്വഭാവം ക്രിസ്തു ചെയ്യാൻ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓക്കെ, പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ. അടുത്തത് ആറ്റിറ്റ്യൂഡ്. ആരുടെ? ക്രിസ്തുവിന്റെ അതേ മനോഭാവം നമുക്കും ഉണ്ടാകണം. ക്രിസ്തുവിന്റെ അതേ മനോഭാവത്തിലാണെങ്കിൽ പ്രാർത്ഥിച്ചോളാനാ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ ക്രിസ്തുവിന്റെ മനോഭാവം? ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 9 വരെ ഒന്ന് വായിച്ച്. ക്രിസ്തുവിന്റെ മനോഭാവം എന്താണ് കൃത്യമായി പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വേദഭാഗം ആരെങ്കിലും ഒരാൾ വായിക്കാമോ? ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യെസ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. മതി. ആ തുടക്കം ഒന്നുകൂടെ വായിച്ചേ, 5-ാം വാക്യം. ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അടുത്ത വാക്ക്. ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അടുത്ത വാക്ക്. അവൻ ദൈവരൂപത്തിലിരിക്കെ
അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവരൂപത്തിലിരിക്കെ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് ദൈവത്തോടുള്ള സമത്വം മുറുകെ വിചാരിക്കാതെ, കണ്ടോ, ദൈവത്തോടുള്ള സമത്വം മതി. ദൈവരൂപത്തിലിരിക്കെ ദാസരൂപം എടുത്തു. ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. അപ്പൊ ദൈവത്തുള്ള സമത്വം, ഈക്വാലിറ്റി ഉണ്ടായിരുന്നിട്ടും ആ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്നു വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ചു. He emptied himself. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഇതാണ് ക്രിസ്തുവിന്റെ മനോഭാവം. കണ്ടോ, ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്നു വിചാരിക്കാതെ വിട്ടുകൊടുക്കാൻ മനസ്സുള്ളവനായി തീർന്നു തന്റെ പദവികളൊക്കെ. സ്തോത്രം. മനസ്സിലായോ? ക്രിസ്തുവിന്റെ മനോഭാവം പദവികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഏറ്റെടുക്കുന്നതല്ല, ഉള്ള പദവികളെ വിട്ടുകൊടുക്കുന്നതാണ്. ഒഴിച്ചിടുന്ന മനോഭാവമാണ് ക്രിസ്തുവിനുള്ളത്. ഞാൻ ഏതാണ്ട് വലിയ പുള്ളിയാണെന്നുള്ളതല്ല ക്രിസ്തുവിന്റെ മനസ്സ്. ക്ലിയറാണ്? ഞാൻ വിശ്വസിക്കട്ടെ പ്രിയരെ, നമുക്കും നമ്മുടെ തലക്കനമൊക്കെ കളഞ്ഞിട്ട് ഐ ആം സംതിങ് ആണെന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അവസാനം മോശ പറഞ്ഞതുപോലെ ഐ ആം നത്തിങ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ബിഫോർ ഹി വാസ് സംതിങ്. അത് മുമ്പ് അവൻ ചിന്തിച്ച അവൻ ഏതാണ്ടൊക്കെ ആണെന്നുള്ളതായിരുന്നു. എല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴാണ് മോശ പറഞ്ഞത് ഐ ആം നത്തിങ്, ഞാൻ ഒന്നുമല്ല എന്നതുപോലെ. കർത്താവിന്റെ മനോഭാവം എന്താണ്? തന്നെത്താൻ ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ഓർക്കുകയാണേ, ഈ ഭാഗം പറയുമ്പം വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം മനസ്സുള്ളവനായി തീർന്നു എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് വരുമ്പോൾ ഞാൻ ഈ ചിത്രമല്ല കാണുന്നത്. ഇതിവിടെ മാത്രമല്ല, നിത്യതയിലും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ വിഷയം വിട്ടു പോവല്ലേ, ആ പോലേക്കൊന്ന് കൊണ്ടിട്ട് അങ്ങനെ പറഞ്ഞു പോലെ ഒക്കുള്ളൂ. കാഹളം കേട്ട് ദൈവസഭ ഇവിടുന്ന് എടുത്തു. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, നമ്മെ സ്വീകരിച്ചു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. 7 വർഷക്കാലം ആ സമയത്ത് ഭൂമിയിൽ മഹോദരവം നടക്കുന്നു. അതിന്റെ അന്ത്യത്തിങ്കിൽ അന്ത്യന്യായവിധി, ഈ ഭൂമിയിൽ യഹൂദന്റെ നിലവിളി കേട്ട് മഹോദരവത്തിന്റെ ഒടുവിൽ യഹൂദൻ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താൻ ഒറ്റയ്ക്കല്ല, ഇവിടുന്ന് കരയേറിപ്പോയ കൊടിയോടി വിശുദ്ധന്മാരുമായിട്ടാണ് മടങ്ങി വരുന്നത്. കർത്താവ് ഒരു വെള്ള കുതിരപ്പുറത്ത് വരുമ്പോൾ ഇവിടുന്ന് കരയേറിപ്പോയ വിശുദ്ധന്മാരും ഓരോ വെള്ള കുതിരപ്പുറത്ത് കർത്താവിനോടുകൂടെ അകമ്പടിയായിട്ട് വരികയാ. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ മേഘം പോലെ വരുന്നവരിവരാര് എന്നൊക്കെ പറയുന്നത്. നമ്മെ ചേർക്കാൻ വരുമ്പോൾ കർത്താവിന്റെ കാല് ഭൂമിയിൽ പതിക്കുന്നില്ല. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, സഭ ഇവിടുന്ന് കരയേറി ചെന്നു, വഴിമധ്യം നമ്മളെ കണ്ടു കൂട്ടിക്കൊണ്ടു പോവുകയാ ചെയ്തത്. നമ്മെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ മാത്രമാണ് കാല് കിഴക്ക് ഒലിമലമേൽ ചവിട്ടുന്നതും ഒലിമല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പിളർന്നു പോകുന്നു. അവിടെ ഒരു താഴ്വരയുളവായി വരും. കർത്താവും തന്റെ ആ ജനവുമായി ഒരുമിച്ച് അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വാർത്ത എതിർ ക്രിസ്തു കേട്ടിട്ട് കർത്താവിന്റെ യുദ്ധം ചെയ്യാൻ വരും. ആ താഴ്വരയിൽ വെച്ച് മെഗീദോ താഴ്വര, ആ താഴ്വര യുദ്ധത്തിന് വേണ്ടി എതിർ ക്രിസ്തു തന്റെ സർവ്വസൈന്യമായിട്ട് വന്ന് നല്ല ഘോരമായ യുദ്ധത്തിന് കളമൊരുക്കും. പക്ഷേ യുദ്ധമൊന്നും നടക്കില്ലെന്നേ. കർത്താവ് തന്റെ വായിലെ ശ്വാസത്താൽ അവനെ ഒടുക്കി എന്നാണ് വാക്യം. അന്ന് അവനെ പിടിച്ചു കെട്ടി ലോക്കപ്പിലിട്ടിട്ട് കർത്താവ് വിശുദ്ധന്മാരുമായി യെരൂശലേമിന്റെ കിഴക്കേ വാതിലൂടെ അകത്തേക്ക് പ്രവേശിക്കും. കർത്താവ് ക്രൂശുമായി ഗോൽഗോഥ ലക്ഷ്യമായി നടന്നു നീങ്ങിയപ്പോൾ യെരൂശലേമിന്റെ കിഴക്കേ വാതിലൂടെയാണ് ഇറങ്ങിപ്പോയത്. അന്ന് ആ വാതിൽ താനെ അടഞ്ഞതാണ്. യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ ഇന്ന് വരെ അടഞ്ഞിട്ടില്ല. എന്നാൽ ജയിച്ച ജയാളിയായി കോടിക്കണക്കിന് വിശുദ്ധന്മാരുമായി കർത്താവ് യെരൂശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വാതിൽ നിന്ന് താനേ തുറക്കപ്പെടും. അത് കണ്ടുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാൻ യുദ്ധവീരനുമായ സൈന്യങ്ങളുടെ യഹോവ തന്നെ. കണ്ടോ, 1000 വിശുദ്ധന്മാരുമായി കർത്താവ് യെരൂശലേമിലേക്ക് പ്രവേശിച്ച് തന്റെ സിംഹാസനം അവിടെ സ്ഥാപിച്ച് 1000 വർഷം ഭൂമിയെ ഭരിക്കുന്നു. സ്തോത്രം. 1000 ആണ്ട് വാഴ്ച. അതിന്റെ അന്ത്യത്തിലാണല്ലോ
അന്ത്യന്യായവിധി അത് മറ്റൊരു സ്ഥലത്താണ്. ആകാശം ഭൂമി പിന്നെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ആകാശത്തിലുമല്ല ഭൂമിയിലുമല്ല മറ്റിടത്താണ് സിംഹാസനം എന്നുള്ളത് ഉറപ്പായി. മരിച്ചവർ ആബാലവൃദ്ധം വന്ന് ന്യായവിധിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ആ ന്യായവിധി നടത്തുന്ന ക്രിസ്തു എന്ന ജഡ്ജിയുടെ എന്താ പറയാ ജൂറിമാരായി ഇരിക്കുന്ന വ്യക്തികളാണ് ഞാനും നിങ്ങൾ. അതൊന്നും മറക്കരുത്. സ്തോത്രം. അധികാരം അന്ന് നമ്മുടെ കൈ കിട്ടും. ഇന്ന് നീ ഒരു മെമ്പർ ആകാൻ പോലും ബലം പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു പട്ടണത്തിലും പ്രകടനത്തിന് പോകണ്ട. അധികാരമൊക്കെ നമുക്ക് വരുന്നതേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ, അത് വേറെ ടോപ്പിക്. അങ്ങനെ നമ്മൾ 1000 ആണ്ട് ഭൂമിയെ ഭരിച്ച് അതിന്റെ ഒടുവിലാണ് അന്ത്യന്യായവിധി. അന്ത്യന്യായവിധിക്ക് ശേഷം ഈ ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഒരു സ്വർണ്ണക്കട്ടി തട്ടാൻ തീക്കകത്തിട്ട് അതിന്റെ കീടുമെല്ലാം മാറ്റി തനിത്തങ്കം പുറത്തു വരുന്നത് പോലെ ഈ ഭൂമിയെ തീക്കകത്തിടും. എത്ര നാളാണ്, എത്ര ആയിരം വർഷമാണ് എന്നൊന്നും ഒരു പിടിയില്ല. സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ആ സ്ഥിതി മാറിക്കഴിഞ്ഞ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഈ ഭൂമിയുടെ നഷ്ടപ്പെട്ടു പോയ എല്ലാ തേജസ്സും തിരികെ കിട്ടി പുതിയ ഭൂമിയായിട്ട് മാറുമ്പോൾ പുതിയ യെരൂശലേം എന്ന നഗരം ഇറങ്ങി വരുന്നു. കണ്ടോ, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. പുതിയ യെരൂശലേം ഇറങ്ങി വന്ന് തന്റെ നഗരം സ്ഥാപിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അന്ന് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ദ ഗ്രേറ്റ് ആബ്ഡിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ്, മഹാസ്ഥാനത്യാഗം എന്ന് പറയും. എന്താണത്? പിതാവായ ദൈവത്തിങ്കിൽ നിന്നും ഈ ഭൂമിയിലേക്ക് പോന്നപ്പോൾ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ശരിയല്ലേ? യെസ്. എന്നാൽ ഈ പുതിയ ഭൂമിയിൽ നിത്യത തുടരുന്ന ആ സന്ദർഭത്തിൽ താൻ പിതാവിൽ നിന്ന് വാങ്ങിച്ച മുഴുവൻ അവകാശങ്ങളും അധികാരങ്ങളും പിതാവായ ദൈവത്തിന് തിരികെ ഏൽപ്പിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? പുത്രൻ താനും തനിക്ക് കീഴ്പ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. സകല അധികാരങ്ങളും അവകാശങ്ങളും തിരികെ പിതാവിനെ ഏൽപ്പിച്ചിട്ട് പുത്രനും പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. അന്ന് മാത്രമാണ് നമ്മുടെ മൂത്ത സഹോദരനായി കർത്താവ് വെളിപ്പെടുന്നത്. ഇപ്പോൾ മൂത്ത സഹോദരനല്ല. ചുമ്മാ ചാടിക്കേറി എന്റെ ചങ്കാണേ അമൃതാണെന്നൊന്നും പറഞ്ഞേക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ അത്ര ഞാൻ പറയുന്നുള്ളൂ. അന്ന് വെളിപ്പെടുന്നത് ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് പോലും തൻ്റെ പദവി പിതാവിന് വിട്ടുകൊടുത്തിട്ട് പിതാവിന് കീഴ്പ്പെടുന്ന ഒരു മനോഭാവമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനുള്ളതെന്ന് പറയാനായിട്ടാണ്. അത് വേറെ ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ കമ്പിവാചകത്തിൽ പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചൊന്ന് വിചാരിക്കാതെ തിരികെ അത് കിട്ടുമ്പോഴും പിതാവിന് എല്ലാ അധികാരം പൊസിഷനും തിരികെ കൊടുത്തിട്ട് പുത്രനും പിതാവിന് കീഴ്പ്പെടുന്നതാണ് പുത്രന്റെ മനോഭാവം. അപ്പോഴേ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മനോഭാവം ഒക്കെ വിഷയമാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ മനോഭാവം അതായിരുന്നു. എല്ലാം വിട്ടുകൊടുത്ത് സബ്മിസീവ് ആകുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് കർത്താവിനുണ്ടായിരുന്നത്. ഷം എന്നൊരു പദത്തിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ മനോഭാവത്തിലാണെങ്കിൽ ഓക്കെ എന്നാ പറഞ്ഞത്. 5ാമത്തെ പോയിന്റോട് ഞാൻ പറയാം. 5ാമത്തെ പോയിന്റ്, പുത്രന് വിശ്വാസം. പുത്രന് പിതാവുള്ള വിശ്വാസം എന്താണോ ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, പുത്രന് പിതാവിങ്കലുള്ള വിശ്വാസം എന്താണ്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല, തള്ളിക്കളകയില്ല. അതാണ് പുത്രന് പിതാവിലുള്ള വിശ്വാസം. എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം, തള്ളിക്കളയില്ല എന്നുള്ള വിശ്വാസം, ഒറ്റപ്പെടുത്തുകയില്ല എന്നുള്ള വിശ്വാസമാണ് പുത്രന് പിതാവിനോടുള്ളത്. ഈ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ നോക്കുകയല്ല. ഒരു 2-3 മിനിറ്റ് ഞാൻ എടുക്കുകയാണെ, സമയമാകുന്നുള്ളൂ. 2-3 മിനിറ്റ് ഉണ്ടല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, നമുക്ക് മറ്റുള്ളവരുടെ മനോഭാവവും സഹകരണവും നമ്മുടെ ക്യാരക്ടറും ഒക്കെ സൂക്ഷിക്കണമെന്ന്.
നമുക്കും മറ്റൊരാളോട് മാനസികമായിട്ട് അടുപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഫലവത്താകുന്നില്ല, പിതാവ് കേൾക്കുന്നില്ല. സഹോദരൻ നിന്നോട് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ എന്നല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പോലും ക്രൂശേ വെച്ച് ചെയ്ത് കണ്ടോ? പിതാവേ, ഇവർ ചെയ്യുന്ന എന്നാന്നറിയാത്തോണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ ആ വാചകം ചിന്തിക്കുമ്പോൾ അന്തം വിട്ടുപോയിട്ടുണ്ട്. കണ്ടോ? അവർക്ക് തന്നോടുണ്ടെന്നുള്ള ഉണ്ടെങ്കിലും പടയാളികൾക്കോ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവർക്ക് കർത്താവുണ്ടാണെങ്കിലും കർത്താവാണ് അങ്ങോട്ട് പറയുന്നത്, അവരെ എന്നാ അവർക്ക് അറിയത്തില്ലുണ്ട്, അവരോട് ക്ഷമിക്കണം. ക്രൂശി വെച്ച് പോലും അതാണ് കർത്താവ് ചെയ്തത്. അതാണ് കർത്താവിന്റെ മനോഭാവം, കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെളിപ്പെടുന്ന അവിടെ. കർത്താവിന്റെ വിശ്വാസം എന്താണ്? പിതാവ് എപ്പോഴും തന്നോടുകൂടെ ഉണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസം. പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനാണോ? അപ്പോ കൈവിടരുത് എന്നൊക്കെ പറഞ്ഞല്ലേ? ഈ ക്ലോസ് വെച്ചാണെങ്കിൽ ആ വിശ്വാസം നമുക്ക് ഉണ്ടോന്നുള്ള വിഷയം. ഇതൊക്കെയാണ് ഷം അല്ലെങ്കിൽ ഷെമു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ മനസ്സിലാക്കിയ കാര്യം. ആരോടെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്നുള്ളത് പുത്രന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ക്രൂശി വെച്ച് പോലും അത് കറക്റ്റ് ചെയ്തിട്ടാണ് പ്രാർത്ഥന. അപ്പോൾ ഷെമു നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ്, യേശു ക്രിസ്തുവിന്റെ സ്വഭാവം, യേശു ക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷത, യേശു ക്രിസ്തുവിന്റെ വിശ്വാസം, യേശു ക്രിസ്തുവിന്റെ ദൈവാശ്രയം, ഇതെല്ലാം വരുന്നുണ്ട്. എന്നിട്ടാണ് ആമേൻ എന്ന് പറഞ്ഞ് അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് വെച്ച് നോക്കുകയല്ലോ. ആമേൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അങ്ങനെ തന്നെ എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനല്ല. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം I stand firm on what I have just told now. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളിൽ അങ്ങേയറ്റം അടിയുറച്ചു നിൽക്കുന്നു. അതാണ് ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആമേൻ, അതുകൊണ്ട് പ്രിയരേ ആമേൻ. എന്തോന്നു പ്രസംഗത്തിനകത്ത് ഒരു 1500 ആമേൻ വന്ന് കയറുന്നില്ലേ? ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം I stand firm on what I have just told now. ഇപ്പോൾ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും ഞാൻ അടിയുറച്ച് പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. അതാണ് ആമേൻ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറച്ചു നിൽക്കുവോ? അതാണ് യഹൂദന്മാര് മനസ്സിലാക്കിയ, ശിഷ്യന്മാര് മനസ്സിലാക്കിയ ആമേൻ. നിങ്ങൾ പറ, പുസ്തകത്തിൽ എത്ര പ്രാവശ്യം ആമേൻ കാണുന്നുണ്ട്? നമുക്കാണ് മുഴുവൻ ആമേനേ ഉള്ളൂ. എവിടെയെങ്കിലും കൂടെ കൂടെ ആമേൻ കാണുന്നുണ്ടോ? ആവർത്തന പുസ്തകം ഒഴികെ. നിങ്ങൾ ആവർത്തന പുസ്തകം 27 സമയം പോകുന്ന എനിക്കറിയാം. ഒന്നെടുത്ത് 27:15 മുതൽ 15 എനിക്ക് തോന്നുന്നു. യെസ്, ആവർത്തന പുസ്തകം 27:15 മുതലല്ലേ? അപ്പോൾ മോശെ യഹോവയോട് 15 മുതല. യെസ്. യഹോവയുടെ സഭ ഇടയിലില്ലാത്ത ആടുകൾ, യഹോവയുടെ സഭ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആകാതിരിക്കാൻ അതല്ല, ആർക്ക് മുമ്പായി പോകുവാനും. ആവർത്തന പുസ്തകം 27-ാം അധ്യായം 15 മുതൽ. ശില്പിയുടെ കൈപ്പണിയായി കറുപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് ഉത്തരം പറയണം. ഞാൻ ദൈവം വെച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഭാഗം പറയാം. സമയം പോകുന്നു. കണ്ടോ?
തൊടുന്നതിനും പിടിക്കുന്നതിനെല്ലാം ആമേൻ പറയരുത്. ഈ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആണോ? വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി. നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതെല്ലാം വെച്ചുകൊണ്ട് ആമേൻ പറഞ്ഞാൽ കാര്യം നടക്കുകയില്ല. 16ാമത്തെ വാക്യം, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ജനമെല്ലാം ആമേൻ എന്ന് പറയണം. ബാക്കി ഞാൻ പിന്നീട് പറയാം. അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ജനമെല്ലാം. ഈ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഏത് വിഷയത്തിൽ? അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അമ്മമാരിന്ന് ഫോൺ ചെയ്യട്ടെ, അപ്പൊ കാണാം. സ്നേഹത്തോടെ, എന്താ വിളിച്ചേ? ഞാൻ തിരക്കില്ല. പിന്നെ വിളിക്കാം. വെയ്, ഇതല്ലേ? ഞാന് നിങ്ങളുടെ പ്രയാസം തോന്നരുത്. കുഴിക്കാലിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന നാളായില്ലല്ലോ. ഞങ്ങൾ മിക്കപ്പോഴും സന്ദർശിക്കാനുള്ള സ്ഥലമായിരുന്നു കുമ്പനാട്ടുള്ള ഗൽഗാല ആശ്വാസ ഭവൻ. സങ്കടം തോന്നിട്ട് പലരും കാണുമ്പോൾ, മക്കളൊക്കെ UK-ലും ഗൾഫിലും അമേരിക്കയിലും ഒക്കെയാ. അവർക്ക് നോക്കാൻ പറ്റാത്തതിന് കൊണ്ടാക്കിയേക്കുക. ഞാൻ അങ്ങോട്ട് അധികം പോകുന്നില്ല. ചുമ്മാ കടന്ന് ആമേൻ ആമേൻ പറയരുതേ. മനസ്സിലായോ? മാതാപിതാക്കൾ അവിടെ കൊണ്ടിട്ടേച്ച് ആത്മാവിൽ നിറഞ്ഞിട്ട് എന്താ കാര്യം? കൃത്യമായിട്ട് പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പുസ്തകം പറഞ്ഞു, അപ്പനെ അമ്മയെ നിന്ദിക്കുന്നവൻ ശാപിക്കപ്പെട്ടവൻ, ജനമെല്ലാം ആമേൻ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നർത്ഥം. സമയം പോകും, ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ദൈവപ്രസാദമുള്ളതും കർത്താവ് കൈക്കൊള്ളുന്നതും മറുപടി ലഭിക്കുന്നതുമായ വ്യവസ്ഥ പ്രകാരമുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ വിശ്വാസം, യേശുക്രിസ്തുവിന്റെ സ്വഭാവം, യേശുക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷതകൾ, യേശുക്രിസ്തുവിന്റെ മനോഭാവം എല്ലാം ഉള്ളവരായിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ചെയ്യാൻ പറഞ്ഞ കാര്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നാമത്തിൽ പ്രാർത്ഥിക്കാം. അതിന് ആമേൻ പറയുമ്പോൾ ഞാൻ ദൈവസ്ഥനിൽ ഇപ്പോൾ പറഞ്ഞ ഈ മുഴുവൻ കാര്യത്തിലും 100% അടിയുറച്ചു നിൽക്കുന്നു എന്നാണ് ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കൈക്കൊള്ളുന്ന പ്രാർത്ഥനയെ മാറുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്നോർപ്പിച്ച് ഇന്നത്തെ ക്ലാസ്സിനോട് അവസാനിപ്പിക്കുന്നു. ദൈവമായി കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.